എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വയറ്റിലോട്ടൊന്ന് നോക്കി പുറകിലോക്കും. നാണക്കേട് തോന്നില്ലേ? ഇച്ചിരി വണ്ണ കൂടുതലുണ്ടോന്ന്? അത് നമ്മുടെ ആരോഗ്യ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഇന്നത്തെ എന്തുണ്ട് വിശേഷങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇത് ചർച്ച ചെയ്യാനായി നമ്മളോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. എൽവിൻ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം മാസ്റ്റർ. തീർച്ചയായിട്ടും. ജേക്കബ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മറ്റ് ശരീരഭാഗങ്ങളെ വെച്ച് നോക്കിയ വയറിനും പിറയിലാണ് നാണക്കേടാവണം. ഭയങ്കര പ്രശ്നമാണ്. എന്താ കാര്യം? ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്കും അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻസിനാണ് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നമുള്ളത്. അപ്പോൾ നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റ് എത്നിസിറ്റീസിലുള്ള മനുഷ്യർക്ക്, ആഫ്രിക്കൻസ് ആണെങ്കിലും അമേരിക്കൻസ് ആണെങ്കിലും ഈവൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻസ് ആണെങ്കിലും അവരുടെയൊക്കെ ബോഡിയിൽ ഫാറ്റ് ഈവൻലി ആണ് ഡിസ്പേഴ്സ് ചെയ്യണത്. പക്ഷെ നമ്മുടെ അങ്ങനെയല്ല. നമ്മുടെ വയറിലാണ് ഏറ്റവും കൂടുതൽ ഫാറ്റ് അടിയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ ജനറ്റിക് തന്നെയാണ്. ഓഫ് കോഴ്സ് ഇന്നത്തെ കാലത്ത് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്തായാലും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കാര്യം ജനറ്റിക്കാണ്. അത് ത്രിഫ്റ്റി ജീൻ സിൻഡ്രോം എന്നാണ് അതിനെ പറയുന്നത്, ഹൈപ്പോത്തസിസ് എന്നാണ് അതിനെ പറയുന്നത്. എന്ന് വെച്ചാൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇവിടെ ഒത്തിരി ക്ഷാമങ്ങൾ, ഫാമിൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ഭക്ഷണം കിട്ടുന്ന സമയത്ത് ഒത്തിരി കഴിക്കും. എന്നിട്ട് പിന്നീട് കുറേ നാൾ ഭക്ഷണം ഇല്ലാതിരിക്കുമ്പോൾ അതിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു രീതിയിൽ നമ്മുടെ ജീൻസ് അഡാപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഈ ഭക്ഷണം കിട്ടുന്ന സമയത്ത് അതിനെ സ്റ്റോർ ചെയ്യും, പിന്നെ സ്ലോ ആയിട്ട് ബേൺ ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ദിവസം ഭക്ഷണം കഴിച്ച് 15 ദിവസം പിന്നെ ഇല്ലെങ്കിൽ ഉള്ള ആ ഭക്ഷണം കുറച്ച് ബേൺ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ ജീൻ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തോ നമുക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ വേറെ എവിടെയെങ്കിലും അത് സ്റ്റോർ ചെയ്താൽ പോരെയെന്ന്. ബെല്ലിയുടെ അടുത്ത് സ്റ്റോർ ചെയ്യുന്നതിൻ്റെ റീസൺ ഈസി ആക്സസ് ആണ്. ലിവറിൻ്റെയും കിഡ്നിയുടെയും ഇൻറ്റസ്റ്റൈൻ്റെയൊക്കെ ഇടയിൽ വിസറൽ ഫാറ്റും വയറിൽ സബ്ക്യൂട്ടേനിയസ് ഫാറ്റുമായിട്ട് ഇതിനെ സ്റ്റോർ ചെയ്യാൻ ഈ ശരീരം പഠിപ്പിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ആക്സസ് ചെയ്യാനും നമുക്കൊരു എമർജൻസിയുടെ സിറ്റുവേഷനിൽ ഈ ഫാറ്റിനെ ഉപയോഗിക്കാനും ഒക്കെ ആയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് അന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു രീതിയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് ഫാമിൻസ് ഇല്ല, കാലറി അബണ്ടൻസും അത് പോരാണ്ട് നമുക്ക് ഗുണമില്ലാത്ത കുറേ പ്രോസസ്ഡ് ഫുഡ്സും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ആ ജീനിൻ്റെ ഒരു പ്രോബ്ലം കാരണമാണ് നമ്മൾ ഇന്നും ഈ വയറിലും ഈ പറഞ്ഞ പോലെ ബാക്കിലും ഒക്കെ ആയിട്ട് ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. തീർച്ചയായിട്ടും ഇത് നമ്മളെ സംബന്ധിച്ചോളം നല്ല അറിവാണ്. ഇതൊക്കെ മാറ്റാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് ചോദിക്കാം, വയറിലെ പൊണ്ണത്തടിയുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾ, ഇങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ അപകടങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് കൊടുവയറുള്ളപ്പോൾ, ഈ അബ്ഡോമിനൽ ഫാറ്റ് ഉള്ളപ്പോൾ പല ഹെൽത്ത് റിസ്ക്കും അതിനോടൊപ്പം കയറി വരിക. ഒന്നാമതായിട്ട് അനേകം സ്റ്റഡീസിൽ നിന്ന് കണ്ടെത്തിയ ഒരു കാര്യമാണ്, നമ്മൾ ഈ അബ്ഡോമിനൽ ഫാറ്റ് ഉണ്ടെങ്കിൽ ആ ആൾക്ക് ഹൈ കൊളസ്ട്രോൾ ലെവൽസ് ഉണ്ടാകാൻ സാധ്യത കൂടുതല, ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകാൻ സാധ്യത കൂടുതല, ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ഡയബറ്റീസ് ഉണ്ടാകാൻ സാധ്യത കൂടുതല. അപ്പോൾ ഇതെല്ലാം ഫൈനലി എത്തിച്ചേരുന്നത് എന്താ, നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് ഉണ്ടാകാനായിട്ടുള്ള റിസ്ക് കൂട്ടുക. രണ്ടാമത് ടൈപ്പ് 2 ഡയബറ്റീസ്. ഞാൻ നേരത്തെ പറയുന്നുണ്ട് ഡയബറ്റീസിൻ്റെ ഒരു കാര്യം. അപ്പോൾ ശരിക്കും എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഈ അബ്ഡോമിൻ്റെ ഏരിയയിൽ ഫാറ്റ് കൂടും തോറും ഇൻസുലിൻ ഇൻസെൻസിറ്റിവിറ്റി അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടും. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ കോശങ്ങൾക്ക് പണ്ടത്തെ പോലെ ഗ്ലൂക്കോസിനെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റാണ്ടാവും. അപ്പോൾ എന്ത് പറ്റും, കൂടുതൽ ഗ്ലൂക്കോസും നമ്മുടെ അല്ലെങ്കിൽ കൂടുതൽ പഞ്ചസാര രക്തത്തിലൂടെ തന്നെ ഓടി നടക്കാൻ തുടങ്ങും, ഉള്ളിലേക്ക് വലിക്കുന്നില്ല. അപ്പോൾ ഈ രക്തത്തിലെ പഞ്ചസാര കൂടുതൽ എന്താ വിളിക്കുന്നത്, നമ്മൾ ഡയബറ്റീസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് കൂടുതൽ നാൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും തോറും നമ്മുടെ ഡയബറ്റിക് ഒരു കണ്ടീഷനിലേക്ക് മാറും. ഇത് ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ ഒരു മൂല്യ കാരണമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അത് ഈ അബ്ഡോമിനൽ ഫാറ്റുമായി ഡയറക്റ്റ്ലി ലിങ്ക്ഡാണ്. മൂന്നാമത്തത്, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ തന്നെ ചിലപ്പോൾ നോട്ടീസ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർ നോട്ടീസ്, നമ്മൾ വയറ് വെക്കും തോറും നമുക്ക് ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ട് വരും. കോമണാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തോ ഇവിടെ നിന്നൊരു സാധനം നമ്മളെ തള്ളുന്ന പോലെ തോന്നും. കിടക്കുമ്പോൾ ഇത് സ്ലീപ്പ് ആപ്നിയ കോസ് ചെയ്യും. സ്ലീപ്പ് ആപ്നിയ വെച്ചാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസിനെ ഉണ്ടാക്കുന്നതിനാണ് സ്ലീപ്പ് ആപ്നിയ. കൂർക്കം വലി വരെ അതായിട്ട് ബന്ധപ്പെട്ടതാണ് ശരിക്കും പറഞ്ഞാൽ. അത് മാസ്റ്റർ പറഞ്ഞ നല്ലൊരു ഒബ്സർവേഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഇങ്ങനെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉറങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്നതിനെയാണ് നമുക്ക് പിന്നീട് പല ഡിസീസസ് ആയി മാറും. കാരണം നമ്മൾ ഉറക്കം നന്നായി നടന്നില്ലേ ബോഡിയിലെ സ്ട്രെസ് കൂടും. ഉറക്കം നന്നായി നടന്നില്ലേ നമ്മൾ പകൽ സമയത്ത് നമുക്ക് ടയേർഡായിട്ട് തോന്നും, ഉറക്കം തോന്നും, ക്ഷീണം തോന്നും, ഇങ്ങനെ പല പ്രശ്നങ്ങൾ വരും. അപ്പോൾ സ്ലീപ്പ് ആപ്നിയ ഇതായിട്ട് ഡയറക്റ്റ്ലി ബന്ധപ്പെട്ട. നാലാമത്തത് മെറ്റബോളിക് സിൻഡ്രോമിലേക്ക് കോൺട്രിബ്യൂട്ട്. മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു ക്ലസ്റ്റർ ഓഫ് ഡിസീസസാണ്. ഇപ്പോൾ ഡയബറ്റീസ്, ഹൈപ്പർടെൻഷൻ, ഹൈ കൊളസ്ട്രോൾ, ഇതെല്ലാം കൂടെ ചേർന്നൊരു ക്ലസ്റ്റർ
ഓഫ് ഡിസീസസിനെയാണ് നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെറ്റബോളിക് സിൻഡ്രോമിലേക്കും ഡയറക്റ്റ്ലി ഈ ഒരു അമിതമായ വണ്ണം വയറിലുണ്ടെങ്കിൽ അത് കോൺട്രിബ്യൂട്ട് ചെയ്യും. എല്ലാത്തിനും അവസാനം ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ സ്ഥിരം എല്ലാ വർഷവും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ക്യാൻസർ അല്ലേ. നമ്മൾ ക്യാൻസറിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മലയാളികളെല്ലാവരും ഇപ്പോൾ ഒറ്റക്കെട്ടായി നിന്ന് പരിശ്രമിക്കുന്നത്. പലതരം ക്യാൻസേഴ്സിലേക്കും ഡയറക്റ്റ്ലി ഈ വയറിൻ്റെ വണ്ണത്തിന് അല്ലെങ്കിൽ നമ്മുടെ കുടവയറിന് ഒരു റോളുണ്ട്. അറ്റ് ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് സർട്ടൻ ക്യാൻസേഴ്സ് ലൈക്ക് ബ്രസ്റ്റ് ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ, കോളോറെക്ടൽ ക്യാൻസർ. ഇതിലേക്കൊക്കെ ഇതെല്ലാം ശാസ്ത്രീയമായി തെളിയിച്ചിരിക്കുക. ഇതിൻ്റെയൊക്കെ റിസ്ക് കൂട്ടും നമുക്ക് വയറിൻ്റെ ഇവിടെ വണ്ണുണ്ട്. അപ്പോൾ ഇത് പഠിക്കും തോറും ഇത് എങ്ങനെയും കുറയ്ക്കണമെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ വരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും വളരെ പ്രയോജനകരമായ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരമ്പരാഗതമായ കേരള ഭക്ഷണം നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. അത് നമുക്ക് ഈ വയറ്റിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നതിന് സഹായിക്കുമോ? നമ്മൾ ഈ ട്രഡീഷണൽ പണ്ടത്തെ കാലത്തുള്ള കേരള ഡയറ്റും ഇന്നത്തെ കാലത്തെ ഡയറ്റും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ട്രഡീഷണൽ ഡയറ്റ് കൂടുതലായി പോയാൽ എന്തും കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ അല്ലാതെ നോക്കുമ്പോൾ അന്നത്തെ കാലത്ത് അൺപോളിഷ്ഡ് ആയിട്ടുള്ള മുഴുവൻ പുഴുങ്ങിയെടുത്ത അരിയും പിന്നെ കുറച്ച് മീൻകറിയും വെജിറ്റബിൾസ് തേങ്ങ കൊണ്ടുണ്ടാക്കിയ കുറേ കറികളൊക്കെ ആയിട്ടാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ ചേന, ചക്കപ്പുഴുക്ക്, പിന്നെ ചെറുപഴം. ഇതൊന്നും അങ്ങനെ വലുതായിട്ട് നമ്മളെ ഇങ്ങനെ ബാധിക്കുന്നൊരു ടൈപ്പ് ഡയറ്റ് അല്ലായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഇടങ്ങഴി ചക്കയോ ചോറോ കഴിച്ചാൽ തീർച്ചയായിട്ടും അതും ഇതിലേക്ക് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യും. പക്ഷേ ഇന്നത്തെ മോഡേൺ ഡേ മലയാളി ഡയറ്റും ട്രഡീഷണൽ ഡയറ്റും വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി സേഫർ അന്നത്തെ കാലത്തെ ഡയറ്റ് തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് ആളുകൾ കൂടുതൽ കഴിച്ച് ജോലി ചെയ്തതിനെ ഇത് ചെയ്യുമായിരുന്നു. അപ്പം നമ്മുടെ നാട്ടിലുള്ള ആളുകൾ മരച്ചീനി, കപ്പ, ചക്ക ഇതൊക്കെയാണ് ഏറ്റവും നന്നായി കഴിക്കുന്നത്. അപ്പം ഇത് ഡയബറ്റിക് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. നല്ല ഉത്തരമാണ് പറഞ്ഞത്. നമുക്കൊരു ബ്രേക്കിന് സമയമായിരിക്കുന്നു. നല്ല വിശേഷങ്ങളുമായി വീണ്ടും മടങ്ങി വരും. കാത്തിരിക്കും. എന്തുണ്ട് വിശേഷങ്ങൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ കുടവയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതിനെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ആളുകൾ അരിയും മരച്ചീനിയും കപ്പയും ഒക്കെ ഇഷ്ടം പോലെ കഴിക്കായിരുന്നു. അത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സാധാരണ എല്ലാവർക്കും വരുന്നൊരു ചോദ്യം, എൻ്റെ അപ്പനപ്പന്മാരൊക്കെ ഇതല്ലേ കഴിച്ചത്, ഞാൻ കഴിച്ചാൽ എന്താ പ്രശ്നം? കാരണം ആൾക്കാർ ഒരു സൈഡിൽ നിന്ന് ഡോക്ടർമാരും പലരും പറയും ഇതൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് കഴിക്കണം, പണ്ടത്തെ പോലെ കഴിക്കില്ല. ഞാൻ എന്താ അതിൻ്റെ ശാസ്ത്രീയ റീസൺ എന്ന് പറയും. പണ്ടത്തെ ഒരു മലയാളി കർഷകൻ ഒരു ദിവസം കത്തിച്ചിരുന്ന കാലറീസ് ഉണ്ട് ഏകദേശം 3500 കാലറീസാണ്. നമ്മൾ അതിനെ പണ്ടത്തെ അവരുടെ ഡയറ്റും അവരുടെ എക്സസൈസ് രീതിയും വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും 3500 to even 4000 കാലറീസ് ഒരു ദിവസം ബേൺ ചെയ്യുമായിരുന്നു. ഇന്നത്തെ ഒരു മലയാളി കത്തിക്കുന്ന അതിൻ്റെ പകുതിയാണ്. അപ്പോൾ അന്ന് അവർ കഴിച്ച അതേ അളവിൽ നമ്മൾ കപ്പയും ചോറൊക്കെ ഇന്ന് കഴിച്ചാൽ നമ്മുടെ അത്രയധികം കാലറീസ് നമ്മുടെ ശരീരത്തിൽ എക്സ്ട്രാ വരികയും അതൊക്കെയാണ് ഈ ഫാറ്റ് ബിൽഡപ്പ് ആയിട്ടും കൊടവയറായിട്ടും ഒക്കെ നമ്മുടെ ശരീരത്തിൽ വരികയും അത് നമ്മൾ ഡയബറ്റിക് ആക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ പണ്ടത്തെ ആൾക്കാർ കഴിച്ച അതേ രീതിയിൽ കഴിക്കണമെങ്കിൽ അന്നത്തെ ആൾക്കാർ ചെയ്ത പോലെ അതേപോലെ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റിയും നമുക്ക് ഉണ്ടാവണം. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് ഒരിക്കലും പ്രോസസ്ഡ് ഫുഡ്സ് കഴിക്കത്തില്ലായിരുന്നു. അന്നൊരു ഒരു ബേക്കറി പോലും വളരെ റെയറായിരുന്നു. ഇന്ന് നമ്മൾ ഒത്തിരി ഹൈ കാലറി ഉള്ള ഒത്തിരി സ്നാക്സും ഒത്തിരി ഷുഗറി ഫുഡ്സും എല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാലറി കൂടുന്നതിൻ്റെ മാത്രമല്ല പ്രശ്നം, ഇങ്ങനത്തെ ഫുഡ്സും ഇപ്പോൾ നമ്മൾ ഈ റിഫൈൻഡ് ഫുഡ്സ്, ഒത്തിരി പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ, വറുത്ത ഭക്ഷണങ്ങൾ, ഇതൊക്കെ വീണ്ടും നമ്മുടെ അബ്ഡോമിനൽ ഒബിസിറ്റിയിലേക്ക് അല്ലാണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്യും. കാരണം നമ്മുടെ ശരീരത്തിൽ ഇതൊക്കെ ഇൻഫ്ലമേഷൻ കോസ് ചെയ്യുകയും അത് അബ്ഡോമിനൽ ഒബിസിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയും കൂടെ ഒരു കാര്യമുണ്ട്. കാലറിയുടെ മാത്രം പ്രശ്നം കൊണ്ട് തടി വയ്ക്കുന്നതല്ല, ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ അല്ലാണ്ട് ശരീരത്തിന് ദോഷം ചെയ്യുന്നുണ്ട്, അതും നമ്മുടെ കുടവയറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഈ പണ്ടത്തെ അതേ രീതിയിൽ നമ്മൾ ഇന്ന് കഴിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും ഹോട്ടലും റെസ്റ്റോറൻറ്റും മാത്രം, ബേക്കറിയും. നമ്മളുടെ ഈ ഭക്ഷണ സംസ്കാരത്തിൻ്റെ മാറ്റം നമ്മുടെ പൊണ്ണത്തടി അല്ലെങ്കിൽ നമ്മുടെ കുടവയറിനും ഒക്കെ എങ്ങനെയാണ് സഹായിക്കുന്നത്? നമുക്ക് എന്തായാലും നമ്മുടെ ജീൻസിന് പ്രശ്നമുണ്ടെന്ന് നമ്മൾ മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് എക്സ്ട്രാ കഴിച്ചാലും അൺഹെൽത്തി ആയിട്ട് കഴിച്ചാലും അത് മേജറായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്
ഇവിടെ തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലെ സിറ്റീസ് നോക്കുകയാണെങ്കിൽ കൊച്ചിയിലും കോഴിക്കോടും ട്രിവാൻഡ്രത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 1000 പേർക്കും ഓരോ ബേക്കറിയോ റെസ്റ്റോറൻറ്റോ ഉണ്ടെന്നുള്ള രീതിയിലാണ് പെർ ക്യാപിറ്റ കണക്ക്. ലക്ഷക്കണക്കിന് റെസ്റ്റോറൻറ്റ്സും ബേക്കറീസും ഈ ചെറിയ കേരളത്തിലുണ്ടെന്നുള്ളതാണ് കാര്യം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു ട്രെൻഡാണ്. ഒത്തിരി കടകളിൽ ടീ എന്നുള്ള പേര് വെച്ചിട്ട് തുടങ്ങുന്നത്, ടീ കട, ഇങ്ങനെ പേരുകൾ. അപ്പോൾ ഈ ചായക്കടയും കടിയും ചായ ഒരു ട്രെൻഡ് പോലെ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള ബേക്കറി ചെയിൻസും ഉണ്ട്. അപ്പോൾ അവിടെ വരുമ്പോഴാണ് ഈ ഡോണറ്റും പേസ്ട്രീസും ഇതൊക്കെ ചേർന്നൊരു കോമ്പിനേഷൻ. നമ്മുടെ ചെറുകടികളും ഉണ്ട്, അല്ലാത്തതുകൊണ്ട്, പിന്നെ ഷേക്കുകൾ, ഇതെല്ലാം ചേർന്ന് ഒത്തിരി ഒരു ട്രെൻഡ് പോലെ എല്ലാവരും കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും 2 പഴംപൊരി കഴിച്ചാൽ അതൊരു ഊണ് കഴിക്കുന്നതിന് തുല്യം തന്നെയാണ്. അതുപോലെ അതിൻ്റെ അകത്ത് എണ്ണയുണ്ട്, അൺഹെൽത്തി ആയിട്ടുള്ള കുറേ ആസ്പെക്ട്സ് എല്ലാം കൂടെ ചേർന്നാണ് ഇതിനെ ബിൽഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബേക്കറീസും റെസ്റ്റോറൻറ്റ്സും അന്നത്തെ കാലത്തെ പോലെ അല്ല. ഇന്ന് ഈറ്റിംഗ് ഔട്ട് ഒരു വേറൊരു ട്രെൻഡാണ്. 3 നേരവും പുറത്ത് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്താണ് കേരളം ഉണ്ടാവുന്നത്. സോ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ തീർച്ചയായിട്ടും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും. ഈ രാവിലെ ഭയങ്കര തിരക്കാണ് എല്ലാവർക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റ് മിസ്സാക്കുന്നത് നമ്മുടെ ഈ വയറ്റിൽ ഫാറ്റ് കൂടാൻ അല്ലെങ്കിൽ കുടവയറൊക്കെ വെക്കാൻ സഹായിക്കുന്നുണ്ടോ? മനുഷ്യന് ഏറ്റവും ടെൻഡൻസി ഒരു മീല് സ്കിപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാനാണ് സാധാരണ ഒരു മനുഷ്യർക്ക്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നീട് ഭയങ്കരമായിട്ട് വിശക്കും. ആ സമയത്ത് മര്യാദ കഴിച്ചില്ലേ, കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആ ഡേ പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നീട് ഭയങ്കരമായിട്ട് വിശക്കും. നമ്മൾ അമിതമായി കഴിക്കുകയും പിന്നീട് സ്നാക്ക് ചെയ്യുകയും ചെയ്യും, ഇടയിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയും ചെയ്യും. രണ്ടാമത്തത്, ചില സ്റ്റഡീസിലെങ്കിലും ഒരു സൂചന കാണിക്കുന്നുണ്ട്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മെറ്റബോളിസത്തെ അത് ബാധിക്കും. ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ അല്ലെങ്കിലും ഒരുപക്ഷെ നമ്മുടെ മെറ്റബോളിസം, അതായത് നമ്മുടെ ശരീരം ഊർജ്ജം പുറപ്പെടുവിക്കുന്ന ആ പ്രക്രിയനെ അത് ഒരുപക്ഷെ ബാധിക്കും. അപ്പോൾ മെറ്റബോളിസം സ്ലോ ഡൗൺ ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അമിതമായ വണ്ണം ഉണ്ടാവും. അപ്പോൾ മെറ്റബോളിസിനെ ബാധിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ട കാര്യം. മൂന്നാമത്തത്, സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്, ഞാൻ ആ സ്റ്റഡീസ് നോക്കിക്കൊണ്ട് തന്നെ പറയുന്നത്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ കാലറീസ് പിന്നീട് കഴിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് സ്റ്റഡീസിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ചിലവർ ആക്ച്വലി വണ്ണം കുറയ്ക്കാൻ വേണ്ടി തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവരുണ്ട്, പക്ഷേ ദേ ആക്ച്വലി എൻഡ് അപ്പ് ഈറ്റിംഗ് മോർ കാലറീസ് ലേറ്റർ ഓൺ ഇൻ ദ ഡേ. അങ്ങനെയാണ് സംഭവിക്കുന്നത്. പിന്നെ നാലാമത്തത്, മെറ്റബോളിക് ഡിസോർഡർ. മെറ്റബോളിക് ഡിസോർഡർ രണ്ടും എന്തുകൊണ്ടെങ്കിലും രണ്ടും വ്യത്യസ്തമാണ്. ഈ മെറ്റബോളിക് ഡിസോർഡേഴ്സിലേക്ക് തീർച്ചയായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവർക്ക് ടെൻഡൻസി കൂടുന്നുള്ളത് ഉറപ്പാണ്. അതായത് ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഒബീസിറ്റി, വെയിറ്റ് ഗെയിനിലേക്കൊക്കെ ഇതിന് കോൺട്രിബ്യൂഷൻ ഉണ്ടെന്നുള്ളത് ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതെല്ലാം കൂടാതെ നമ്മുടെ സർക്കാഡിയൻ ഹൃദയത്തിനെയും ഡിസ്റ്റർബ് ചെയ്യും. ഇത് വളരെ ഇൻട്രിഗേറ്റ്. ഞാനിത് പഠിക്കും തോറും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ബോഡി എത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ഇതിൻ്റെ അത് ഗട്ട് മൈക്രോബയോമിന് എല്ലാം പറഞ്ഞ സർക്കാഡിയൻ റിതം, ബോഡിക്ക് സർക്കാഡിയൻ റിതമുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ശരീരത്തിന് മനസ്സിലാവത്തില്ല, സർക്കാഡിയൻ റിതം തെറ്റിപ്പോകും. ശരീരം എക്സ്പെക്ട് ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഭക്ഷണം കിട്ടുമെന്ന്. നമ്മൾ അതിനെ ഒരു 2 മണിക്കാണ് കഴിക്കുന്നത്, ശരീരത്തിന് സർക്കാഡിയൻ റിതം തെറ്റിപ്പോകും. ഇങ്ങനെ പല പ്രശ്നങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തപ്പോൾ ഉണ്ടാവും. അത് നമ്മുടെ അബ്ഡോമിനൽ ഒബിസിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ടും ചെയ്യും. സങ്കീർണമായും അതിശയകരമായും ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ നല്ല ആരോഗ്യം, സന്തോഷം സൂക്ഷിക്കാനായിട്ട് ഒരു വാഴപ്പഴം, 1 കപ്പ് അരി, 1 സ്പൂൺ എണ്ണ, ഇവ കലോറിയിൽ എത്ര വ്യത്യാസം തരുന്നുണ്ട്? ഇത് നമ്മളെങ്ങനെ? ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്. ഒരു ചെറിയ പഴത്തിന് 100 കിലോ കാലറിയാണ്. അതുപോലെ തന്നെ 1 കപ്പ് കുക്ക് ചെയ്ത അരി, അതിന് 200 കിലോ കാലറി. അത്ഭുതകരം, 1 ടേബിൾ സ്പൂൺ ഓയിലിന് 120 കിലോ കാലറിയാണ്. അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒരു ദിവസം കുറച്ചാൽ 1 മാസം കൊണ്ട് നമ്മൾ 3600 പരം കിലോ കാലറി കുറയ്ക്കുകയും ഡയറക്റ്റ്ലി 1/2 കിലോ ഫാറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നാണ് അതിൻ്റെ കണക്കുകൾ പറയുന്നത്. എന്നുവെച്ചാൽ നമ്മളൊരു ഓംലെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒഴിക്കുന്ന ഓയിലിൻ്റെ 1 ടീസ്പൂൺ കുറച്ചാൽ തന്നെ 1 മാസം കൊണ്ട് 1/2 കിലോ അബ്ഡോമിനൽ ഫാറ്റ് കുറയ്ക്കാമെന്നാണ് പറയുന്നത്. എന്തായാലും രസകരമായിട്ടുള്ള കണക്കുകൾ, രസകരമായ യാഥാർത്ഥ്യങ്ങൾ
നമ്മുടെ ജീവിതത്തിന് എത്രമാത്രം സഹായകരമായ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല വിശേഷങ്ങളുമായി വീണ്ടും മടങ്ങി വരും. അതുവരെ കാത്തിരിക്കൂ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ കുടവയറും അനുബന്ധ പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകാം. ഓക്കെ, വൈകുന്നേരത്തെ ലഘുഭക്ഷണം, ചായയും കടിയും, ഇത് നമ്മുടെ കുടവയറ് കൂട്ടാൻ എങ്ങനെ സഹായിക്കുന്നു? ഞാൻ ചില കടികളിലുള്ള കാലറീസ് പറയാം. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. നമ്മൾ 2 പഴംപൊരി എടുക്കുകയാണെങ്കിൽ 250 മുതൽ 300 കാലറി വരെയാണ്. അതൊരു ചെറിയൊരു പോർഷൻ മീല് കഴിച്ചാൽ ഏകദേശം അത്രയും തന്നെയാണ്. 2 പരിപ്പോടേക്കും 200 മുതൽ 250 വരെ കാലറീസാണ്. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം എടുത്താൽ 250 മുതൽ 300 കാലറി വരെ, മിക്സർ എടുത്താൽ 250 മുതൽ 300 വരെ കാലറിയാണ്. നമ്മൾ ഒരു ചെറിയ പ്ലേറ്റ് ചോറും സാമ്പാറും തോരനും കൂടെ കഴിച്ചാലും 350 മുതൽ 400 വരെ കാലറിയേ ഉള്ളൂ, ചെറിയ പ്ലേറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ തിരിച്ചറിയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ചെറുകടികൾ കഴിച്ച് അതിൻ്റെ കൂടെ ഒരു ചായയും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മളൊരു ചെറിയൊരു മീല് കഴിക്കുന്ന അത്രയും തന്നെ കാലറി നമ്മുടെ ഉള്ളിലേക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ 3 നേരത്തെ ആഹാരത്തിലാണ് നമ്മൾ 4ാമതൊരു നേരം കൂടെ അത്രയും കാലറി കയറും. അപ്പോൾ ഈ കാലറി, എക്സസ് കാലറീസ് എന്താ പറ്റുന്നത്? അത് ഫാറ്റായിട്ട് ബോഡിയിൽ സ്റ്റോർ ചെയ്യും. അതുകൊണ്ട് ഈ കടികളുടെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മൾ 4 മണി പലഹാരം എന്നുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ യുവാക്കളുടെ ഇടയിൽ ഇപ്പോഴൊരു ട്രെൻഡാണ് ഷേക്കുകൾ, ജ്യൂസുകളൊക്കെ കുടിക്കുക എന്ന് പറയുന്നത്. ഇത് ഈ കുടവയറിലും ഒക്കെ കൊഴുപ്പടിഞ്ഞു കൂടുന്നതിന് എത്രമാത്രം സഹായകരം? നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഫാറ്റ്, അബ്ഡോമിനൽ ഫാറ്റ്, കുടവയർ എന്ന് പറയുമ്പോൾ ഓയിലിനെയും ഫാറ്റ് അങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സും ഷുഗേഴ്സും ഒക്കെ ഫാറ്റായിട്ട് തന്നെയാണ് അടിയുന്നത്. നമ്മളൊരു ഓറഞ്ച് ജ്യൂസ് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് ഒരു 3 ഓറഞ്ച് എടുക്കുകയാണെങ്കിൽ അതിലെ ഫൈബറും അതിൻ്റെ ഡൈജഷന് കൂടുതൽ സമയം എടുക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് നേരെ നമ്മൾ കുടിക്കുകയാണ്. അതൊരു ഈക്വലി ഒരു കൊക്കക്കോള കുടിക്കുന്ന പോലെ തന്നെയാണ് അതിലേക്ക് കയറുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഷേക്സും ഫലൂഡയൊക്കെ എടുക്കുകയാണെങ്കിൽ നിറച്ചും ഷുഗറാണ്. നമ്മളിപ്പോൾ ഷാർജ ഷേക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 20% ഷുഗർ അവരപ്പത്തിനിടും, അതിൻ്റെ പോരാണ്ട് ഐസ്ക്രീം ഇടും. ഇതെല്ലാം ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും. ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ് ജ്യൂസായിട്ട് കുടിക്കുമ്പോൾ, പക്ഷേ ആ ഓറഞ്ച് കഴിക്കുമ്പോൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണ്. അപ്പോൾ ഷുഗർ സ്പൈക്സ് ഉണ്ടാവാതിരിക്കും. നമ്മളൊരു ജ്യൂസിൽ മിനിമം 3 ഓറഞ്ച് കഴിക്കും. നമ്മൾ ഓറഞ്ച് ജ്യൂസിൻ്റെയും ഓറഞ്ചിൻ്റെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ദി എമൗണ്ട് ഓഫ് ഷുഗർ ഇൻ ദി ഓറഞ്ച് ആൻഡ് ഓറഞ്ച് ജ്യൂസ് ഭയങ്കര വ്യത്യാസമുണ്ട്, പകുതിയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഗ്ലൈസിമിക് ഇൻഡെക്സ്, അബ്സോർപ്ഷൻ ടൈം, ഇങ്ങനെ പല കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ഈ ജ്യൂസിൽ ഡബിൾ വെൻ ഇറ്റ് ഇസ് എ ഹോൾ ഫ്രൂട്ട് എന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശരിക്കും ഒഴിവാക്കാൻ പറ്റുന്നത് ഈ അബ്ഡോമിനൽ ഫാറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാതിരിക്കും എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ടെൻഷൻ, ഉറക്കക്കുറവ്, ഇതൊക്കെ വയറിലെ കൊഴുപ്പ് കൂടാൻ എങ്ങനെയാണ് സഹായിക്കുന്നത്? ചിലപ്പോൾ അത് സഹായിക്കണമെന്ന് പറയുന്നത് ഒരു അവിശ്വസനീയമായി തോന്നുന്നു. അത് ശരിക്കും ശരിയായ ഒരു കാര്യമാണ്. നമ്മുടെ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ, പിരിമുറുക്കം ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ ശരീരത്തിൽ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യും. ഈ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് നമുക്ക് കൂടുതൽ വിശക്കും. അതുപോലല്ലേ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ വയറിലേക്ക് കൊഴുപ്പ് അടിയാൻ ട്രിഗറും ചെയ്യും. ഇതിനൊക്കെ പുറകിൽ ചില റീസൺസ് ഉണ്ട്, അത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ ഉറങ്ങാതിരിക്കുമ്പോൾ ഗ്രലിൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഹോർമോൺ ഉണ്ട്, അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. ഒരുപക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ഉറങ്ങാതിരിക്കുമ്പോൾ ശരീരം ആ സമയത്ത് ഇച്ചിരി ഊർജ്ജം നേടാൻ വേണ്ടിയിട്ട് ദൈവം അങ്ങനെ ഇട്ടതായിരിക്കാം. പക്ഷേ എനിവേ ഗ്രലിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വിശക്കും. ഈ വിശക്കുമ്പോൾ എന്ത് പറ്റും? നമ്മൾ കൂടുതൽ കഴിക്കും. അതുമാത്രമല്ല, ഉറങ്ങാതിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു സാറ്റൈറ്റി ഒരു ഹോർമോൺ ഉണ്ട്, ലെപ്റ്റിൻ എന്ന് പറയും. അപ്പോൾ ഈ ലെപ്റ്റിൻ്റെ പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ എന്ത് പറയുമ്പോൾ നമുക്ക് ഈ തൃപ്തി കുറയും. നമ്മൾ എന്തെങ്കിലും കുറച്ച് കഴിച്ചാലും നമുക്ക് വേണ്ടത്ര തൃപ്തി തോന്നത്തില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആകുമ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ഷുഗറി, ഹൈ കാർബ്, ഹൈ ഓയിലി ഫുഡ്സ് ക്രേവ് ചെയ്യും. അപ്പോൾ ഈ ഉറങ്ങാതെ രാത്രി ഇരിക്കുന്നവർ ഇപ്പോഴും കഴിക്കുന്ന ഭക്ഷണം ശ്രദ്ധിച്ചാൽ അവർക്ക് കൂടുതൽ ടെൻഡൻസി ഹൈ കാർബ് ഫുഡ്സ് കഴിക്കാനാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ അബ്ഡോമിനൽ ഫാറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും.
തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലർക്ക് അമിത ഭാരം, വെയിറ്റ് കുറവായിരിക്കും, പക്ഷേ കുടവേറുണ്ടാവും. എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം? അതൊരു നല്ല ഒബ്സർവേഷനാണ് പാസ്റ്റർ. നമ്മളിപ്പോൾ സൗത്ത് ഏഷ്യൻസിന് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫാറ്റ് കൂടുതലും നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെയാണ് അടിയുന്നത്. പക്ഷെ നമ്മുടെ നോർമൽ BMI ഹൈറ്റിനെയും വെയ്റ്റിനെയും വെച്ച് നോക്കുമ്പോൾ അവർ ഒബീസ് ആയിരിക്കില്ല. അബ്ഡോമിനൽ ഒബിസിറ്റി എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ടേം തന്നെ അതുകൊണ്ടുണ്ട്. മലയാളീസ് കൂടുതൽ പേരും ഒബീസ് അല്ലാതിരിക്കും, പക്ഷെ അവരുടെ വയറ് ചാടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ വേസ്റ്റ് സർക്കംഫറൻസ് നമ്മൾ സ്പെഷ്യലി കൺസിഡർ ചെയ്താൽ മാത്രമേ അവർ ഒബീസ് ആണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഡയബറ്റിസ് സ്റ്റഡിയൊക്കെ ഉണ്ട്. അതായത് ഡയബറ്റിസ് ഒബീസ് അല്ലാത്ത ആൾക്കാർക്ക് ഡയബറ്റിസ് ഉള്ളത് എങ്ങനെയാണെന്നുള്ളതൊക്കെ അപ്പോൾ നോക്കുമ്പോഴാണ് ഈ അബ്ഡോമിനൽ ഫാറ്റിൻ്റെ പ്രിഡോമിനൻസ് ശരിക്കും കൺസിഡർ ചെയ്താൽ മാത്രമേ നോർമലായിട്ടിരിക്കും തോന്നുന്ന ഒരാൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്സർവേഷനാണ്. മലയാളീസിന് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളാണ്. വിസറൽ കൊഴുപ്പ്, നമ്മുടെ വയറ്റിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ എങ്ങനെ സഹായിക്കും? ഇപ്പോൾ വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഫാറ്റുമായി ഒരു വ്യത്യാസമുണ്ട്. നേരത്തെ എൽവിൻ പറയുകയുണ്ടായി, നമ്മുടെ ഒരു കുടവയർ വയ്ക്കുമ്പോൾ ശരിക്കും അതിനകത്ത് 2 തരം ഫാറ്റ് ഉണ്ട്. ഒന്ന് നമ്മുടെ ത്വക്കിൻ്റെ താഴെയുള്ള സബ്ക്യൂട്ടേനിയസ് ഫാറ്റും, ഒന്ന് നമ്മുടെ ഓർഗൻസ് ചുറ്റുമുള്ള വിസറൽ ഫാറ്റ്. ഇത് രണ്ടും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ വയറ് തള്ളുന്നത്. ഈ വിസറൽ ഫാറ്റാണ് കൂടുതൽ ഡേഞ്ചറസ്. ത്വക്കിൻ്റെ അടിയിലെ ഫാറ്റ് അത്ര ഡേഞ്ചറസ് അല്ല. അപ്പോൾ ഈ വിസറൽ ഫാറ്റിനെ എങ്ങനെ മെഷർ ചെയ്യാം? നമ്മൾ എൽവിൻ നേരത്തെ പറഞ്ഞ വേസ്റ്റ് സർക്കംഫറൻസ്, നമ്മൾ ഏതെങ്കിലും ഒരു ഓൺലൈൻ വീഡിയോ ഉണ്ട് എങ്ങനെ വേസ്റ്റ് സർക്കംഫറൻസ് എടുക്കേണ്ടത് കാണിക്കും. വേസ്റ്റ് സർക്കംഫറൻസ് ഇസ് എ ഗുഡ് ഇൻഡിക്കേറ്റർ ഓഫ് വിസറൽ ഫാറ്റ് ഓൾസോ. അപ്പോൾ വിസറൽ ഫാറ്റിനെ ഒരു കറക്റ്റ് നമുക്ക് അല്ലെങ്കിൽ ഏകദേശം ഒരാളെ അറിയാൻ നമുക്ക് സഹായിക്കും വേസ്റ്റ് സർക്കംഫറൻസ് എടുക്കുമ്പോൾ. ആണുങ്ങൾക്ക് വേസ്റ്റ് സർക്കംഫറൻസ് 40ൻ്റെ താഴെയും പെണ്ണുങ്ങൾക്ക് വേസ്റ്റ് സർക്കംഫറൻസ് 35ൻ്റെ താഴെയായിരിക്കണം. അതുപോലെ തന്നെ വേസ്റ്റ് സർക്കംഫറൻസും ഹിപ്പ് സർക്കംഫറൻസും എടുത്തിട്ട് വേസ്റ്റ് ഹിപ്പ് റേഷ്യോ എടുക്കാൻ പറ്റും. ഈ വേസ്റ്റ് ഹിപ്പ് റേഷ്യോ പെണ്ണുങ്ങൾക്ക് 0.85യുടെ മുകളിലാവാൻ പാടില്ല, ആണുങ്ങൾക്ക് 0.9ൻ്റെ മുകളിലും ആവാൻ പാടില്ല. ഇത് രണ്ടും ഒബീസിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ ചില ടെസ്റ്റുകളുണ്ട്. ഇപ്പോൾ നമുക്ക് ബോഡി ഫാറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ചില ജിമ്മുകളിലൊക്കെ പോയാൽ എനിക്ക് 400-450 രൂപ എടുത്താൽ എടുക്കാൻ പറ്റും. കൃത്യമായിട്ട് നമ്മുടെ ബോഡിയിൽ എത്ര ഫാറ്റിൻ്റെ പെർസെൻറ്റേജ് ഉണ്ട്, എത്ര മസിലിൻ്റെ പെർസെൻറ്റേജ് ഉണ്ട്, എവിടെയൊക്കെയാണ് ആ പെർസെൻറ്റേജസ് എന്നുള്ള വ്യത്യാസമൊക്കെ ഈ ബോഡി ഫാറ്റ് അനാലിസിസ് ഒത്തിരി ആക്യുറേറ്റ് അല്ലെങ്കിലും ഏകദേശം അറിയാം. കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് അറിയണമെങ്കിൽ ഡെക്സാ സ്കാൻ എന്ന് പറഞ്ഞിട്ട് അതൊരു ലോ എനർജി എക്സ്റേ ഉപയോഗിച്ചെടുക്കണം. അത്ര ഡേഞ്ചറസ് ഒന്നുമല്ല. നമുക്ക് CT സ്കാൻ എടുക്കുമ്പോൾ കുറേയും കൂടെ എക്സ്റേ എക്സ്പോഷർ കൂടുതലാണ്, ഇത് അതിനേലും കുറവാണ്. അപ്പോൾ ഈ ഡെക്സാ സ്കാൻ എടുത്ത് കഴിയുമ്പോൾ കൃത്യമായിട്ട് കുറേയും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടും. ഇതെല്ലാം അപ്പുറം വേണമെങ്കിൽ MRIക്ക് എടുക്കാം, പക്ഷെ അതൊക്കെ ഒത്തിരി എക്സ്പെൻസീവ്, അതുകൊണ്ടാണ് ഞാനതൊന്നും പറയാത്തത്. അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് എവിടെ എത്ര ഫാറ്റ് ഉണ്ടെന്നൊക്കെ കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്നത്. പക്ഷേ ഈ വിസറൽ ഫാറ്റ് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അത് നമുക്ക് ഡേഞ്ചറസ് ആണ്. അത് നമ്മൾ കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കണം. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു നല്ല വിഷയവും നല്ല വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും മടങ്ങി വരും. നമ്മൾ പുതിയൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.